ഹലോ ഹലോ ഗൈസ്. ഞാൻ നേരത്തെ ഇട്ട വീഡിയോന്റെ ഒരു ബാക്കി പറയാനാണ് വന്നത്. നേരത്തെ ഇട്ട വീഡിയോയിൽ ഞാൻ കുറെ ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് എന്തൊക്കെ ചെയ്തിട്ടും അവസാനത്തെ മാത്രം ജയിക്കാൻ പറ്റുള്ള. എത്ര കളി കളിച്ച് നോക്കിയെന്നറിയോ, ഒന്നും നടക്കണ. അവന്മാര് പിടിയത്തില്ലാത്ത രീതിയിൽ കളിച്ചോണ്ടിരിക്കണേണ്. എനിക്കൊന്നും നടക്കാത്ത അവസ്ഥയാണ്. പ്യാടൊന്ന് ഹലോ 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 പാഡൊന്നും നിങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതും കണ്ടോണ്ടും വന്നിട്ട് കുറെ നിങ്ങൾ ഇതും പറഞ്ഞോണ്ട് കാരണം മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളെ ഞാൻ കുറെ കളിച്ചു നോക്കി, കളിച്ചാൻ പറ്റുന്നതിന്റെ അവസാനം വരെ ഞാൻ കളിച്ചു നോക്കി. എന്നിട്ട് എന്നെ ചെയ്യിപ്പിക്കൂല എന്ന് പറയണ പോലെയാണ് അവന്മാര് കളിക്കണം. ഞാൻ എന്തൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ മറ്റേ ജർമ്മനിയായിട്ടുള്ള മാച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ജയിച്ചു. മാച്ച് ഞാൻ ഇങ്ങനെ ജയിച്ചത് എനിക്കും കൂടി അറിയാൻ പാടില്ല. ഞാൻ എന്തോ ജയിച്ച് ഇങ്ങനത്തെ ഒരു സ്കാമല്ല. ഇങ്ങനെ കളിക്കണ്ടേ എന്നാലും പറഞ്ഞു തന്നോട്ടാ. ഒന്നും മനസ്സിലായിട്ടില്ല ഇങ്ങനെ കളിക്കണ്ടേന്നൊക്കെ. കറക്റ്റാണ് കളിക്കേണ്ടത്, ഇട്ടാണ് കളിക്കുന്നത്. ഒരുപാടൊന്നും കിട്ടണമില്ല. ഈ റമദാൻ കഴിഞ്ഞ കഴിഞ്ഞിരിക്കണേന് എല്ലാം കഴിഞ്ഞിരിക്കണേന്. വീക്കിലി അല്ലേ അത് ഇനിയിപ്പോ അതിന് കിട്ടണേനുണ്ട്. ആരും പറ്റില്ല. ഇതിന് രണ്ടെണ്ണം മനസ്സിലാക്കാൻ എനിക്ക് ഡിസ്കൗണ്ട് എനിക്ക് അയച്ചില്ല. സാമ്പ്രാസ് എനിക്ക് ആവശ്യമില്ല. ഇപ്പൊ ക്യാപിറ്റൽ ലെജൻസ് 10,000 4,500 ജംസ് കിട്ടുമ്പോ നമുക്ക് നോക്കാം. കിട്ടുമെന്നൊക്കെ വലിയ ഉറപ്പൊന്നുമില്ല. വൗച്ചർ കിട്ടാൻ എന്തായാലും 10 വേണം. നമ്മളെന്തൊക്കെ ചെയ്തിട്ട് അവന്മാരെ ജയിപ്പിക്കൂല എന്ന് പറയണ പോലെയാണ് കളിക്കണം. ഞാൻ പിന്നെ എന്തു പറയാനാണ്, എനിക്കും അടുത്ത അവസാനം ഞാൻ വേണമെങ്കിൽ ഇല്ലാത്തൊരു കളി എടുത്തിട്ട് നമുക്ക് നിർത്താം. ഇനിയിപ്പൊ എന്തായാലും നിർത്താം, എന്നിട്ട് വല്ല പണിക്കും പോവാം. അതായത് എന്തൊക്കെ ചെയ്താലും ജയിപ്പിക്കൂല കളിക്കണം. ആ മെന്റാലിറ്റിയിലാണ് അവന്മാര് കളിക്കണം. നിങ്ങളാരെങ്കിലും ജയിച്ചിട്ടുണ്ടെന്ന് അറിയിക്കണം കേട്ടോ എന്നെ. എനിക്ക് ഇത്ര കഴിവില്ലാണ്ട് 120 പിന്നെ എന്തുവാടെ എനിക്ക് ഞാൻ പറയാനില്ല. നിങ്ങൾ അത് കളിച്ച് ജയിച്ചെങ്കിലേ പിന്നെ നിങ്ങളെ ആ ഓവിയാറും പിന്നെ നിങ്ങളെ ടീമും കൂടി എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കട്ടെ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിന് ഇട്ടാ മതി. ഇത് ഒരുത്തന അറ്റാക്കിലോട്ട് വരാത്ത എത്രയാലും ബോളറിനെ കൊണ്ട് വെയിറ്റ് ചെയ്തെന്ന് അറിയോളെ അറ്റാക്കിങ്ങിന് വരാൻ. സാമ്പ്രോട്ടിയുടെ കാർഡ് കളിക്കും കിട്ടിയ റൈറ്റ് ബാക്ക് സെറ്റായിരിക്കും. സാമ്പ്രോട്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഡ്രിബിൾ ചെയ്യിപ്പിക്കും, അറ്റാക്ക് ചെയ്യിപ്പിക്കും, ഡിഫെൻഡ് ചെയ്യിപ്പിക്കും, മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യിപ്പിക്കും. ഞാൻ ചെയ്യിപ്പിക്കാത്ത പരിപാടിയില്ല. വേണ്ട പൂട്ടണുണ്ടോ ഓരോരുത്തന്മാരാ. ഞാൻ അങ്ങനത്തെ ഒരു കാർഡ് വേണമെന്നുണ്ട്, ബട്ട് കിട്ടണ്ടേ. കറക്റ്റ് പുറത്തുവാ എന്താ അവിടെ നോക്കി നിന്നാണ്. ഇങ്ങനത്തെ വാഴകളോട് എന്താണ് പറയേണ്ടത്? ഈ സെലിബ്രേഷൻ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വല്ല UCL ഫൈനലൊന്നുമല്ലല്ലോ കളിക്കണം. ഏതോ ചെക്കൻ്റെ കൂടെ നിങ്ങൾ വല്ല UCL ഫൈനലല്ലല്ലോ കളിക്കണം. വെറുതെ മൊബൈലൊന്നും തുറന്നു വെച്ച് എന്തൊക്കെയോ പാട്ടായം കാണിച്ച് കുറെ പാക്കും തുറന്നു അല്ല കളിക്കണം. അങ്ങനെയല്ല കളിക്കണം, വേറെ ഒന്നുമല്ലല്ലോ. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നവന്മാരോട് എന്തിനാടാ സെലിബ്രേറ്റ് ചെയ്തിട്ട്?
എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ബട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോ അവന്മാരുടെ പക കൂടത്തേ ഉള്ളൂ. നമ്മൾ പിന്നെ ഒരു കാം പേഴ്സൺ അല്ലേ. കാം പേഴ്സൺ ഡസൻ ഹാവ് പക. എന്ത് എന്ത് yes, yes. എന്താണ് നെറ്റ് പെട്ടെന്ന് പോയി. കൗണ്ടർ അറ്റാക്ക് കൊടുക്കുക. എന്റെ ലൂണ എന്തിട്ട് ലൂണ അവിടെ പോയി കിടക്കണം. ഇവനറിയ ഇവനെക്കാട്ടും ഒന്നുമില്ല എന്റെ ടീമിലെന്ന്. എന്റെ അത്ര നോക്കുമ്പോ എന്റെ ടീം ഒന്നുമില്ല എന്ന് ഇവനറിയാം. എന്നിട്ടും ഇവൻ എന്റെ നേരത്തെ നോക്കി സെലിബ്രേറ്റ് ചെയ്യപ്പെടാന്ന് പറഞ്ഞ മകൻ്റെ പറയാനുള്ള ഒന്നേ ഉള്ളൂ. കാണിച്ചുകൊണ്ട് എനിക്കൊരു ജയം കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഒരു ഗോളെങ്കിലും തിരിച്ചടിക്കാൻ. എനിക്ക് വൈഫൈയില് നെറ്റ് കിട്ടണ ക്ലിയർ ഒടുക്ക് ഉപ്പൂനും വയ്യ. നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോ തന്നെ നല്ലൊരു ഗെയിം സംഭവം. അത്രേ ഉള്ളൂ. നമുക്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചിരിക്കും. എന്താണ് ഞാൻ ഗോൾ അടിച്ചപ്പോ നെറ്റിട്ട് ഗോൾ അടിച്ചപ്പോ നെറ്റില്ല. ഗോൾ അടിച്ചില്ലെങ്കിൽ നെറ്റില്ല. ഞാൻ കംബാക്ക് അടിക്കാൻ നെറ്റ് വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെ തോന്നാ ബാഴ്സ കംബാക്ക് അടിക്കും? ഓടെ കുഞ്ഞപ്പയ്യ ചെക്കാൻ നിന്റെ അത്ര നല്ലൊരു സ്കോർ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണിക്കുന്നതിന്റെ ഇരട്ടി ഷോ ഞാൻ കാണിച്ചാനെ. കുഞ്ഞപ്പയ്യ ചെറുക്കനെ കുഞ്ഞപ്പയ്യ കൊണ്ട് ഇരട്ടിന്റെ സ്കോർ അത്ര അതിന്റെ അടുത്തെങ്കിലും എന്റെ സ്കോർ എത്തിയിരുന്നെങ്കിലേ കാണിച്ചു തന്നാണ് എന്താണ് എഫ് സി ഗോട്ടിന്റെ കഴിവെന്ന്. എനിക്ക് കഴിവുണ്ട് പക്ഷെ കഴിവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ഈ സെക്കൻഡ് പാർട്ട് പോലെ എനിക്ക് ഈ വീഡിയോ ഉണ്ടാവണം. ഊണയുടെ കോൾ എനിക്ക് കാണണോ? കാണിച്ചിട്ടുള്ള അത്യാവശ്യം നൈസ് കോളായിരുന്നു. ഇപ്പൊ ആൾമാരാണ് കൊല്ലായിട്ട് വർക്ക് ചെയ്തു കൊടുത്തിട്ട് കൂടെ സജീവനെ ഇതാക്കിയിട്ട് കോർട്ട് അവന്റെ ഗോൾ കീപ്പറായ വെറുതെ ഇട്ട് അവനവിടെ വെറുതെ ഗ്യാപ്പ് ഉണ്ടാക്കി തന്നു. സലീബിനെ നടയം വിട്ട് ഡിസ്റെസ്പെക്റ്റ് ആയിരുന്നു. സ്പീക്ക് പൊസഷൻ പാസിംഗ് ആക്യുറസി ആയിരുന്നു. ഷോട്ട് 3 ഷോട്ട് എന്തോ എന്റെ കോർട്ട് പിടിച്ച്. അതാണ് ഞാൻ കോർട്ട് വന്നിരിക്കാൻ മറ്റൊരു കാര്യം. ഇങ്ങനെ വന്നിട്ട് കളിക്കും. ഓക്കെ, നിങ്ങൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ, സീ യു.